മാന്യ പ്രേക്ഷകർക്ക് വിദേശ പഠനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് ഓഫർ ലെറ്ററും GIC പിന്നെ നമ്മുടെ ഫസ്റ്റ് ഇയർ ഫീസ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ്. ഇനി തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി ഞാൻ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതൊന്ന് നമ്മുടെ മെഡിക്കൽ, പിന്നെ SOP, അതുകൂടാതെ വിസ, VFS തുടങ്ങിയ ബയോമെട്രിക്സ് എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ്. വളരെ കാര്യക്ഷമതയോടെ കൈകാര്യം ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് ഇനി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ കുറച്ച് ദൈർഘ്യം കൂടിപ്പോകുന്നു എന്ന് പലരും പറയുന്നുണ്ട്, പക്ഷേ എനിക്കിങ്ങനെ പറയാനേ പറ്റുകയുള്ളൂ. അത് കുറച്ച് ആദ്യമായിട്ട് ഇത് ശ്രദ്ധിക്കുന്നവർക്ക് കൂടുതലത് വ്യക്തമാകാൻ കൂടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്കതൊരു വലിയൊരു പ്രശ്നമായിട്ട് അവസാനം മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടി തന്നെയാണ് ഞാനിങ്ങനെ പറയുന്നത്. എങ്കിലും മാക്സിമം ഞാൻ ചുരുക്കി പറയുവാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഒന്നാമതായിട്ട് പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെഡിക്കലിനെ കുറിച്ചാണ്. ഒരു വിദേശ രാജ്യത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കൊരു മെഡിക്കൽ ചെക്കപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ മറ്റു കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഈ കൊറോണ വന്ന സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ ആ സർട്ടിഫിക്കറ്റും കൂടി ഇതിനൊപ്പം നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട്. കൊറോണയുടെ ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസൊക്കെ എടുത്ത ആ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഈ വിസയ്ക്ക് വയ്ക്കുമ്പോൾ നമുക്ക് വേണ്ടി വരും. അപ്പോൾ അത് മെഡിക്കലിനോടനുബന്ധിച്ച് ഈ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള സംവിധാനം നിങ്ങൾ ചെയ്യണം. നമ്മുടെ മൊബൈലിൽ അത് കിടപ്പുണ്ടാവും, അതൊന്ന് തപ്പിയെടുക്കുക. അത് ഈ വിദേശത്തേക്ക് പോകുന്നവർക്ക് വളരെ അത്യാവശ്യമാണ് ഈ കൊറോണ സർട്ടിഫിക്കറ്റ്. ഇപ്പം മെഡിക്കൽ നമുക്ക് കാനഡയുടെ മെഡിക്കൽ ടെസ്റ്റ് നടക്കുന്നത് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് വേണം നമ്മളത് ചെയ്യുവാനായിട്ട്. ഇപ്പോൾ ഏജൻസി നമുക്ക് സ്ലോട്ടൊക്കെ എടുത്തു തരും. നമുക്ക് യോജിച്ചൊരു സമയം നമ്മൾ പറയുക. അതിലേക്കായിട്ട് അതിന് വേണ്ടത് ഒരു 6500 രൂപയാണ് നമുക്കവിടെ അടയ്ക്കേണ്ടതായിട്ടുള്ളത്. അത് നേരിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ട പൈസയാണ്. അപ്പോൾ അത് ഏജൻസിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സമയവും സന്ദർഭമൊക്കെ നോക്കി അവരൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് തരും. ആ ഡേറ്റിന് നമ്മൾ അവിടെ ആ ടൈമിനും നമ്മളവിടെ എത്തിച്ചേരുക. ട്രിവാൻഡ്രം കിംസ് നമുക്ക് എളുപ്പത്തിൽ പോയി വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നമ്മൾ രാവിലെ 5:30-ക്കുള്ള ട്രെയിനിൽ കയറിയാൽ ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്നാണെങ്കിൽ ഇൻ്റർസിറ്റിയോ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 9:45 10 മണിയോടുകൂടി അവിടെ എത്തും. 11:30-ക്കാണ് നമ്മുടെ ടെസ്റ്റ് വെച്ചിരിക്കുന്നതെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ എത്തിയാൽ മതി. അവിടെ വെയിറ്റ് ചെയ്യുക, അവിടെ പറയുക, അവിടെ ഫീസ് അടയ്ക്കുക, നമ്മൾ വെയിറ്റ് ചെയ്യുക. ഏതാണ്ട് ഒരു മണിക്കൂർ അത്രയോ അവിടെ കാര്യം വരുന്നുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ അവിടെ നിന്നൊരു അക്നോളജ്മെൻറ്റ് റെസീറ്റ് തരും. ആ റെസീറ്റും വാങ്ങി നമുക്ക് തിരികെ പോരാം. നമ്മൾ അവിടെ നിന്ന് ഉച്ചയ്ക്ക് ട്രെയിൻ കയറിയാൽ വൈകിട്ട് ഒരു 10 മണിയോട് നമ്മൾ ഇവിടെ തിരിച്ചെത്തും. എങ്ങനെ പോകുമ്പോഴും നമ്മൾ കൂടെ ഒന്നല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ഉണ്ടാവും, ഒരാൾ കൂടെ വേണം, രക്ഷകർത്താവോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാകും. ചിലവർ കാറെടുത്ത് പോകുന്നവരുണ്ട്, ചിലർ ട്രെയിനിന് പോകുന്നവർ, ചിലർ ബസ്സിന് പോകുന്നവരുണ്ട്. ട്രെയിനാണെങ്കിൽ സുഖമാണ്, വളരെ സുഖമായിട്ട് പോയിട്ട് വരാൻ പറ്റും. അപ്പോൾ അതിൽ അധികം ചിലവ് വരുത്താൻ വേണ്ടിയിരിക്കാനുള്ള കാര്യങ്ങളും കൂടിയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ പോയാൽ അതൊരു ദിവസം പോയി തങ്ങേണ്ട കാര്യമൊന്നുമില്ല, ഒരു മണിക്കൂറത്തെ കാര്യമുള്ളൂ. ആ റെസീറ്റ് കൊണ്ടുവന്ന് നമ്മൾ ഏജൻസിയെ അപ്പോൾ തന്നെ നമ്മൾ അറിയിക്കുകയും വേണം. ട്രിവാൻഡ്രത്ത് ട്രെയിൻ ഇറങ്ങിയ ലാസ്റ്റ് സ്റ്റോപ്പാണ്. അതിനു മുമ്പ് ഇറങ്ങാം, പേട്ട സ്റ്റോപ്പിലൊക്കെ ഇറങ്ങാം തിരുവനന്തപുരത്ത്. അവിടെ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ അവിടെ നിന്ന് ബസ്സുണ്ട് ഈ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ഒരു ഓട്ടോ എടുക്കാം. ഓട്ടോവിനോട് നമ്മൾ പൈസ പറഞ്ഞതിന് ശേഷം മാത്രമേ
ആ പ്രീപെയ്ഡ് കൗണ്ടർ ഉണ്ട്, അവിടെ പോയി പൈസ ചോദിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഓട്ടോയിൽ കയറാവൂ. അങ്ങനെ നമ്മൾ കിംസ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരാം. ഓർക്കുക, നമ്മൾ ഈ എല്ലാത്തിൻ്റെയും സർട്ടിഫിക്കറ്റ് തരുമ്പോൾ അല്ലെങ്കിൽ അക്നോളജ്മെൻറ്റ് റെസിപ്റ്റ് തരുമ്പോൾ അതിൻ്റെ എല്ലാം ഒരു കോപ്പി എടുത്തിട്ട് വേണം അത് ഏജൻസി ഏൽപ്പിക്കാനായിട്ട്. കാരണം നമ്മുടെ കയ്യിലും ഒരെണ്ണം വേണം. ഇമെയിൽ വന്നതായാലും മതി, ഇമെയിലുണ്ടാവും, എങ്കിൽ തന്നെയും നമ്മളൊരു കോപ്പി എടുത്ത് സൂക്ഷിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഇതുകൂടാതെ അടുത്ത ഒരു കടമ്പ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റുഡൻറ്റ് പ്ലാൻ, അതിനെ SOP എന്ന് പറയും, അതൊരെണ്ണം തയ്യാറാക്കണം. നമ്മൾ വിദേശത്തേക്ക് പോകുന്നത് എന്തിനാണ്, പോയിട്ട് നമ്മൾ പഠിക്കുവാനാണോ അല്ലെങ്കിൽ അവിടെ നിൽക്കുവാനാണോ, പിന്നെ തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ട് അവിടെ പഠിച്ച കാര്യങ്ങൾ ഇവിടെ പ്രാവർത്തികമാക്കി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാനാണോ, ഇതെല്ലാം തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്റ്റുഡൻറ്റ് പ്ലാൻ നമ്മൾ തയ്യാറാക്കണം. ഇതൊരു പ്രധാന ഘടകമാണ്. ഇത് നോക്കിയിട്ടാണ് നമ്മളെ അവർ വിലയിരുത്തുന്നത്. ഈ സ്റ്റുഡൻറ്റ് പ്ലാൻ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്തതെല്ലാം പാഴാകും എന്നുള്ളതാണ് സത്യം. കാരണം ഈ നമ്മൾ അവസാനം ഒരു വിസ സ്റ്റാമ്പിങ്ങിൻ്റെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഇരിക്കുന്ന അന്നേരം ഇരിക്കുന്ന വിസ ഓഫീസർക്ക് തോന്നുകയാണ് ഇയാളുടെ സ്റ്റുഡൻറ്റ് പ്ലാൻ അത്ര കൃത്യമല്ല, അത് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ വിസ റിജക്ഷൻ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെ കൃത്യതയോടെ ചിട്ടയോടെ ആ ഒരു സ്റ്റുഡൻറ്റ് പ്ലാൻ നമ്മൾ തയ്യാറാക്കണം. മുൻപ് പറഞ്ഞ പോലെ നമ്മൾ പഠിക്കുവാനായിട്ടാണ് പോകുന്നത്, അവിടെ നിൽക്കുവാനായിട്ടല്ല പോണത്. നമ്മുടെ മനസ്സിൽ നിൽക്കുവാനായിട്ടുള്ള ഒരു പരിപാടിക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ എങ്കിലും അത് നമ്മുടെ സ്റ്റുഡൻറ്റ് പ്ലാനിൽ അത് കാണിക്കാൻ പാടില്ല. കാരണം ഞാൻ അവിടെ പോകുന്നത് പഠിക്കുവാനായിട്ടാണ്. പഠിച്ചു കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് എൻ്റെ മാതാപിതാക്കളെയൊക്കെ സംരക്ഷിക്കും. ഇവിടെ ഞാനൊരു ബിസിനസ് തുടങ്ങും, ഞാനൊരു നല്ലൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യും. അവിടെ ഞാൻ അതുമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകും എന്നുള്ള രീതിയിലായിരിക്കണം നമ്മുടെ സ്റ്റുഡൻറ്റ് പ്ലാനിലുണ്ടാകുന്നത്. നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പാട് സഹിച്ചാണ് ആ ഒരു മൂമെൻറ്റിലേക്ക് എത്തിയത്, ആ ലാസ്റ്റ് മൂമെൻറ്റിലേക്ക് നമ്മൾ എത്തുന്നത്, അത് നമ്മുടെ സ്റ്റുഡൻറ്റ് പ്ലാനിനെ നോക്കിയായിരിക്കും അവർ വിലയിരുത്തുന്നത്. യാതൊരു തരത്തിലുള്ള ഫേക്ക് സർട്ടിഫിക്കറ്റും അതിനകത്ത് വെക്കരുത്. നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു SOP തയ്യാറാക്കണമെങ്കിൽ വിദഗ്ധരായിട്ടുള്ള OET, IELTS തുടങ്ങിയ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നവരോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്ന ആ പ്രഗത്ഭരായ വ്യക്തികളെ കണ്ടുകൊണ്ട് മാത്രം ആണ് ഇത് ചെയ്യിപ്പിക്കേണ്ടത്. നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഡോക്യുമെൻ്റ് അല്ല അത്. നല്ല ഇംഗ്ലീഷിൽ നല്ല പ്രാവീണ്യമുള്ള ആളുകളെ കൊണ്ട്, വ്യക്തികളെ കൊണ്ട് ഇത് നന്നായിട്ട് ചെയ്യിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ ഇത് നമ്മൾ ഇത്രയും ചെയ്ത കാര്യങ്ങളെല്ലാം പാഴാകും. കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന് പറയുന്ന പോലെ പോകും. വിസ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത് നമ്മൾ അപ്ലൈ ചെയ്താലും ചിലപ്പോൾ അവിടെ സ്വീകരിക്കപ്പെടണമെന്നില്ല. ആ കാനഡ മോഹം അവിടെ വെച്ച് അവസാനിക്കും എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് ഈ കാനഡ മാത്രമല്ല എല്ലാ രാജ്യത്തേക്കും ഞാൻ എടുത്ത് നോക്കിയപ്പോൾ കണ്ടത് അങ്ങനെയാണ്. രാജ്യത്തേക്ക് ഈ സ്റ്റുഡൻറ്റ് പ്ലാൻ ഒരു കൃത്യതയോടെ അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെടും. അത് IELTS ഉണ്ടായാലും ശരിയാണ്, ജർമ്മൻ ഉണ്ടായാലും ശരിയാണ്, എല്ലാം ശരിയാണ്. അതിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ അതിനൊരു കൃത്യതയുണ്ട്. അത് നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. കുറച്ച് വേർഡുകളൊക്കെ എടുത്ത് മാറ്റി നമ്മുടെ വേർഡ് കയറ്റി, പക്ഷെ അത് കമ്പ്യൂട്ടർ ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതുപോലും അവരുടെ സാങ്കേതിക മികവിനൊപ്പം എത്താൻ പറ്റില്ല. കാരണം അവരും അത് അവരുടെ ടെക്നോളജി അനുസരിച്ചത് നോക്കിയാൽ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കണ്ടാൽ അവിടെയും തിരസ്കരിക്കപ്പെടും. അപ്പോൾ ദയവായിട്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും മുതിരാതെ
ഞാൻ പലരോടായിട്ട് ചോദിച്ചപ്പോൾ, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കി നടന്നപ്പോൾ അറിഞ്ഞത്, ആദ്യമേ നമ്മൾ തയ്യാറാക്കാമെന്ന് വെച്ചു, കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു, എല്ലാ കാര്യങ്ങളും കൃത്യം നല്ല ഇതായിട്ട് എഴുതി വെച്ചു. പിന്നീട് വേറൊരാളോട് ചോദിച്ചു, അപ്പോൾ അയാളെ കൊണ്ട് എഴുതിപ്പിച്ചു. പക്ഷേ അതിലൊന്നും കാര്യമുണ്ടായില്ല. കാരണം നമ്മളിങ്ങനെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞ പോലെയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, സാറേ ഇത്രയും നമ്മളൊരു 10-30 ലക്ഷം 30-35 ലക്ഷം രൂപ മുടക്കിയാണ്, എന്നിട്ടൊരു 5000 രൂപ നമുക്ക് കൊടുക്കുവാനായിട്ട് ആ എഴുതുന്ന ആൾക്ക് കൊടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമ്മൾ ലാഭിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ കാര്യം കട്ടപ്പോകയാണ്. അപ്പോൾ അത് നമ്മൾ ആ ഒരു എഴുത്തിനാണ് നമ്മളൊരു 5000 രൂപ ഒരാളൊരു ഫീസായിട്ട് വയ്ക്കുന്നത്. ചിലർ കുറച്ച് മേടിക്കുന്ന ആൾക്കാരും ഉണ്ട്. ചില ആൾക്കാരെ കൈകാര്യം ഞാൻ 5000 രൂപ കൊടുത്തിട്ടാണ് ഞാൻ എഴുതിപ്പിച്ചത്. കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരവരായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ഒരു സ്റ്റൈലുണ്ട്. ആ ഒരു പ്രത്യേക ഒരു പർട്ടിക്കുലർ ഒരു രീതിയിലാണ് അത് ചെയ്തു പോകുന്നത്. അപ്പം ഞാനിത് അന്വേഷിച്ച് നടന്നപ്പോൾ എന്നോട് പറഞ്ഞത്, BSc MSc ഇതിനൊക്കെ ഫസ്റ്റ് ക്ലാസ് കിട്ടിയ കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ അവർ വിചാരിക്കും അവർക്ക് തന്നെത്താനെ ഇത് തയ്യാറാക്കി അഴക്കാം എന്നുള്ള രീതിയിൽ പലരും തയ്യാറാക്കിയിട്ട് പലർക്കും റിജക്ഷനേ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരെ എനിക്കറിയാം. അപ്പോൾ അവരുടെയും കൂടി നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. പക്ഷേ സക്സസ് ആയിരുന്നു. വളരെ കൃത്യതയോടെ ഒരു ഏജൻസി പോലും പറഞ്ഞു, ഇത്ര അങ്ങനെ അത് വേണ്ട, ഇനിയൊന്നും ചെയ്യാനില്ല സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ആ SOP വളരെ കൃത്യതയോടെ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്ത കാര്യങ്ങളെല്ലാം പാഴായിപ്പോകും എന്നുള്ളതാണ് വാസ്തവം. ഈ SOP തയ്യാറാക്കുന്നതിനായിട്ട് ഏജൻസി നമ്മളെ സഹായിക്കും. നമ്മൾ അവരോട് ചോദിക്കുക, ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ നല്ല ഏജൻസി ആണെങ്കിൽ അവർക്ക് സ്ഥിരമായിട്ട് 4-5 പേരുണ്ടാവും ഇതൊക്കെ തയ്യാറാക്കി കൊടുക്കുന്ന ആൾക്കാർക്ക്. അവർക്കും ഒരു നിശ്ചിത ഫീസ് ഉണ്ട്. അവിടെയും നമ്മൾ പിശിക്കരുത്. ഇത്രയും ലക്ഷം നമ്മൾ മുടക്കി കഴിഞ്ഞു, അതിനകത്ത് പിശിക്കിയാൽ ആ അത്രയും ലക്ഷം മുടക്കിയത് വെറുതെ ആവും എന്നുള്ളൊരു ഇതും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മൂന്നാമത്തെ കാര്യമാണ് അസറ്റ് വാല്യുവേഷൻ. അങ്ങനെ ഒരു കാര്യം കൂടി നമ്മൾ തയ്യാറാക്കണം. ഒരു 1-2 പേജുള്ള ഒരു കാര്യമാണത്. നമ്മുടെ കുട്ടിയെ നമ്മൾ കാനഡയിലേക്ക് പഠിക്കുവാൻ വിടുമ്പോൾ അതിനുള്ള സാമ്പത്തിക സ്ഥിതി നമുക്കുണ്ടോ, സാമ്പത്തിക സ്രോതസ് നമുക്കുണ്ടോ, നമ്മുടെ വരുമാനം വേറെ തരത്തിൽ എന്തൊക്കെയാണ്, വീട്ടിലെ രക്ഷകർത്താക്കൾക്ക് 2 പേർക്കും ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ടോ, വേറെ എന്തെങ്കിലും വരുമാനം നമുക്കുണ്ടോ, നമുക്ക് എത്ര ഭൂമിയുണ്ട്, കൂടാതെ നമ്മുടെ മറ്റുള്ള സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്. കാരണം ഈ കുട്ടിയെ കാനഡയിൽ വിട്ട് പഠിപ്പിക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് കാണിക്കണം. അപ്പോൾ അത് തയ്യാറാക്കേണ്ടത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കൊണ്ടാണ്. അതിനും ഒരു നിശ്ചിത ഫീസ് ഉണ്ട്. ഏതാണ്ട് ഒരു 4000-5000 രൂപ അത് നമ്മൾ ഒരു മിനിമം എമൗണ്ട് ഞാൻ പറയുകയാണ്, അത് നമ്മൾ നൽകേണ്ടതായിട്ട് വരും. അത് അതും ഏജൻസിയോട് ചോദിച്ചാൽ അവർക്കുണ്ടാവും ഇതുപോലെ തയ്യാറാക്കുന്നത്. അല്ലാണ്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ ഏൽപ്പിച്ചാൽ എങ്ങനെയുണ്ടാവുമെന്ന് എനിക്കറിയില്ല. നല്ല ഏജൻസി ആണെങ്കിൽ അവരുടെ കയ്യിൽ തന്നെ ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പിന്നെ സാലറിക്കാരാണെങ്കിൽ നമ്മൾ സാലറി ഹോൾഡേഴ്സ് ആണെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. 6 മാസത്തെങ്കിലും സാലറി സർട്ടിഫിക്കറ്റ് അത് കാണിക്കേണ്ടി വരും. മറ്റുള്ള എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് നമുക്കൊരു നല്ലൊരു ആസ്തി ഉണ്ടെന്ന് കാണിക്കണ ഒരു ലെറ്റർ, അതിനകത്ത് ഫേക്കായിട്ടുള്ളതൊന്നും വെക്കാനേ പാടില്ല. അതും ഇതുപോലെ തന്നെയാണ്. മറ്റു രാജ്യങ്ങളൊന്നും അത് സ്വീകരിക്കപ്പെടില്ല. നല്ല ഇപ്പോൾ ഈ ഓസ്ട്രേലിയ, കാനഡ, USA, UK തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് നോക്കുന്ന ഒരു രാജ്യമാണ്. കുറച്ച് ഞാൻ നോക്കിയപ്പോൾ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായതാണ്. മറ്റുള്ള രാജ്യങ്ങൾ നോക്കില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ഈ രാജ്യങ്ങൾ ശ്രദ്ധിക്കും. അവിടെ ഇരിക്കുന്ന ഓഫീസർമാർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കും. അതുകൊണ്ട് നല്ല ഒരു കാര്യം തന്നെ നമ്മൾ അതിൽ തയ്യാറാക്കുക. ആ ഒരു ഫീസിൽ നമ്മൾ ഒരു പിശുക്ക് കാണിക്കേണ്ട കാര്യമില്ല. അത് കൃത്യമായിട്ട് കൊടുത്താൽ CA-കാരൻ അത് നന്നായിട്ട് നമുക്ക് ചെയ്തു തരും. അതിനകത്ത് ഒരു തെറ്റുണ്ടാവില്ല. അത് നമുക്ക് വായിക്കാനുള്ള അവസരങ്ങളുണ്ട്, നമ്മൾ റീചെക്ക് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അവർ അത് എഴുതിയാൽ അത് കൃത്യമായിരിക്കും. ഏജൻസി അതിനകത്തൊരു മാറ്റം വരുത്തില്ല. അവരൊന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. നമ്മളിപ്പോൾ മെഡിക്കൽ കഴിഞ്ഞു, SOP കഴിഞ്ഞു, അസറ്റ് വാല്യുവേഷൻ കഴിഞ്ഞു. ആ 3 കടമ്പകൾ നമ്മൾ കഴിഞ്ഞു.
ഇനി അടുത്തതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന്. ലാസ്റ്റ് നമ്മൾ എത്തിച്ചേരുന്ന അതിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ബയോമെട്രിക്സ്, വിസ പ്രോസസ്സിങ്. കാനഡയുടെ VFS ബാംഗ്ലൂരാണ്. അപ്പോൾ എല്ലാവരും പോകുന്നത് മദ്രാസിലും ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ബാംഗ്ലൂരാണ് മിക്കവാറും ആൾക്കാർ പോകുന്നത്. അപ്പോൾ ഞാനും പോയത് ബാംഗ്ലൂരാണ്. തലേ ദിവസം പോയി താമസിച്ച് അവിടെ 2 ദിവസം 3 ദിവസമൊക്കെ എടുത്തു. അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ ഏജൻസിയായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവർ അതിനൊരു ടൈം സ്ലോട്ട് എടുത്ത് തരും. നമ്മളൊരു 11:30 വിളിച്ചൊക്കെ നമ്മൾ നാളെ 11:30ക്ക്, ഇപ്പോൾ ഇന്ന് നമ്മൾ പോവുകയാണെങ്കിൽ നാളെ 11:30ക്ക് അവിടെ അറ്റൻഡ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ തലേ ദിവസം ഇവിടുന്ന് ട്രെയിൻ കിട്ടാൻ സാധ്യതയില്ല. പെട്ടെന്നൊക്കെ പറഞ്ഞാൽ ട്രെയിനിൽ നല്ല പൈസ കയറി കിട്ടാനും സാധ്യത കുറവാണ്. നല്ല ഹൈടെക് ബസ്സുകൾ, കിടന്നുറങ്ങി പോകാൻ പറ്റുന്ന തരത്തിലുള്ള ബസ്സുകൾ കൊച്ചിയിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പല ജില്ലകളിൽ നിന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പോയത്. രാത്രി ഒരു 10 മണിക്ക് 10 മണിക്ക് കയറിയാൽ മോർണിംഗ് രാവിലെ ഒരു 7 മണിക്ക് മെജസ്റ്റിക്കിൽ എത്തുന്ന രീതിയിലുള്ള യാത്രയായിരുന്നു. അവിടെ വന്നിട്ട് അവിടെ നിന്നൊരു യൂബർ എടുത്ത് നമ്മൾ ഈ VFSൻ്റെ ഓഫീസിലേക്ക് ചെല്ലാവുന്നതേ ഉള്ളൂ. ബസ് ഫെയർ ഒരു 1200-1400 രൂപയായിരിക്കും ബസ് ഫെയർ വരുന്നത്. പക്ഷേ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി, വീട്ടിൽ കിടക്കുന്ന പോലെ തന്നെ ഉറങ്ങി പോകാവുന്ന ഒരു ബസ്സാണ് അത്. വൈറ്റ്ലിയിൽ നിന്നൊക്കെ പുറപ്പെടുന്ന ബസ്സുകളുണ്ട്. മോർണിംഗിലെത്തി നമ്മളൊരു ഹോട്ടലിൽ കയറി ഒന്ന് ഫ്രഷായിട്ട് കാപ്പിയും കുടിച്ച് നേരെ ഒരു യൂബർ വിളിച്ച് നമ്മൾ നേരെ VFSൻ്റെ ഓഫീസിലേക്ക് പോകുന്നു. അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ. ഓട്ടോയാണെങ്കിലും അവിടെയും ശ്രദ്ധിക്കാനുണ്ട്. ഓട്ടോയ്ക്ക് കയറി കഴിഞ്ഞാൽ അവരോട് നമ്മൾ ഓട്ടോ ഫെയർ ചോദിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ യാത്ര ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒരു ഏരിയയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് കറക്കി ചിലപ്പോൾ കൂടുതൽ പൈസയൊക്കെ മേടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അവിടെ ചെന്നാൽ അവിടെയും 1 മണിക്കൂറുള്ള ഒരു പ്രോസസ്സേ ഉള്ളൂ. കാരണം 11:30ക്കാണ് നമുക്ക് ടൈം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ റോഡിൽ നിൽക്കേണ്ടതായിട്ട് വരും. ഒരു റോഡ് സൈഡിൽ നമ്മൾ നിൽക്കണം. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പെട്ടെന്ന് പ്രവേശിപ്പിക്കില്ല. 1/2 മണിക്കൂർ മുമ്പാണ് നമ്മളെ കയറ്റി വിടുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കരുതേണ്ട കാര്യങ്ങൾ, ഒന്ന് പാസ്പോർട്ട് മെയിൻ, പിന്നെ ഫുൾ ഫീസ് അടച്ചതിൻ്റെ റെസീറ്റ്, ഓഫർ ലെറ്റർ, മെഡിക്കൽ എടുത്തതിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ അനുബന്ധ രേഖകൾ. ഇതൊക്കെ പ്രധാനമായിട്ടുള്ള രേഖകളാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഈ പാസ്പോർട്ടും മറ്റ് ഓഫർ ലെറ്ററും ഇതെല്ലാം കാണിക്കുവാനായിട്ടാണ് നമ്മളവിടെ പോകുന്നത്. അപ്പോൾ അതിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പ്രസ്തുത വ്യക്തിക്ക് മാത്രമേ അതിനകത്തേക്ക് കയറാൻ പറ്റുകയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പുറത്ത് നിൽക്കേണ്ടതായിട്ട് വരും. നമ്മളകത്ത് കയറി 1 മണിക്കൂറത്തെ ഒരു പാസ്പോർട്ട് ഓഫീസിൽ, നമ്മളിവിടുത്തെ പാസ്പോർട്ട് ഓഫീസിൽ നമ്മളെങ്ങനെ കയറുന്നു അതുപോലെയാണ് അതിൻ്റെ ഉള്ളിലെ പ്രോസസ്സ് നടക്കുന്നത്. ഒരു നമ്പർ നമുക്ക് തരും, ഒരു സ്ലിപ്പ്. ആ സ്ലിപ്പ് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. അത് ഒന്നല്ലെങ്കിൽ അത് മൊബൈലിൽ ഫോട്ടോ എടുത്ത് വെച്ചേക്കുക, ആ നമ്പർ. അത് പിന്നീട് നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ അത് നമ്മൾ കരുതുക. പിന്നെ അതുകൂടാതെ അവർ ചിലപ്പോൾ കുറച്ച് സ്പീഡായിട്ട് കിട്ടുന്നതിനായിട്ട്, നമ്മുടെ പാസ്പോർട്ടും വിസയൊക്കെ സ്പീഡായിട്ട് കിട്ടുന്നതിനായിട്ട് ഒരു എക്സ്പ്രസ് ഇതുപോലെ എൻട്രി പോലെ ഒരു 3000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം പാസ്പോർട്ടൊക്കെ വീട്ടിൽ കിട്ടും എന്നൊക്കെ പറയും. ചിലരങ്ങനെ എടുക്കാറുണ്ട്, അത് കിട്ടാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഞങ്ങളോട് പോയപ്പോൾ അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞങ്ങളത് എടുത്തില്ല. സാധാരണ നോർമൽ ആ രീതിയിൽ തന്നെ പോയത്. പക്ഷേ ഒരു കാര്യം വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് നമുക്കൊരു മെയിൽ വരും. നമ്മൾ പാസ്പോർട്ട് സബ്മിഷൻ ചെയ്യുന്നതിനായിട്ട് ഒരു മെയിൽ നമുക്ക് വരും. പാസ്പോർട്ട് നൽകുന്നതിനായിട്ട് വീണ്ടും നമ്മൾ പോകേണ്ടിട്ട് വരും. ആദ്യത്തെ തവണ പാസ്പോർട്ട് നമ്മൾ മേടിക്കില്ല. രണ്ടാമത്തെ തവണ വിസ സ്റ്റാമ്പിങ്ങിന് വേണ്ടിയിട്ട് അത് പാസ്പോർട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ അത് കൊടുക്കുവാനായിട്ട് നമ്മൾ ഒന്നുകൂടി ബാംഗ്ലൂർക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോഴൊരു 2 യാത്രയും കൂടി ഒരു 5000, 6000, 7000 രൂപ വരും നമുക്ക്. ഭക്ഷണവും ഇതെല്ലാം ഉൾപ്പെടെ 2 പേരല്ലേ യാത്ര ചെയ്യണം. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് കണക്കൂട്ടി വെക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായി കണക്കുണ്ടെങ്കിൽ നമുക്കൊരു ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. വലിയ കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്, ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനകത്ത് വിട്ടുപോകുന്ന ഈ പൈസയുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ഒന്ന് കൃത്യമായി കണക്കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടികൾ കുറച്ച് എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ എപ്പിസോഡ് ഇങ്ങനെ ഞാൻ പറയുന്നത്. GIC അടച്ചതിൻ്റെ റെസീറ്റ്, നമ്മൾ ബാങ്കിൽ അടച്ചതിൻ്റെ റെസീറ്റ് വേണം.
പിന്നെ വിദേശ വായ്പയാണെങ്കിൽ ബാങ്കിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് തരും. ഇത്ര രൂപ പൈസ നമ്മൾ കാനഡ ബാങ്കിലേക്ക് അടച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ആ ഒരു റെസീറ്റും കൂടി നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ ഇതൊന്നും മറന്നു പോരുത്. ചില കുട്ടികളൊക്കെ ചിലപ്പോൾ മെയിനായിട്ടുള്ളത് തന്നെ പാസ്പോർട്ട് എടുക്കാൻ മറന്നുപോയ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് വന്ന് തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ പറ്റിയ സംഭവമല്ല. ഇപ്പോൾ ഇതുപോലെ തന്നെ നമ്മളവിടെ പോയി 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ഇവിടെ വരികയാണ്. വൈകിട്ടൊരു 3 മണി 4 മണി വിളിച്ചു ഇവിടെ നിന്ന് ബസ് ഉണ്ടാവും. ആ ബസ്സിൽ നമ്മൾ കയറിയിട്ട് നേരെ ഇവിടെ വന്നിറങ്ങാം. ഒരു മോർണിംഗ് ഒരു 7 മണി അല്ലെങ്കിൽ 4 മണി 5 മണിക്കൊക്കെ ഏർലി മോർണിംഗ് വണ്ടി ഇവിടെ എത്തും. അപ്പോൾ നമുക്കൊരു ദിവസം താമസമൊക്കെ ഒഴിവാക്കി അല്ലെങ്കിൽ നമ്മൾ കാർ മാർഗമുള്ള യാത്ര ഒഴിവാക്കി ഇതിനൊക്കെ ഇരട്ടി ചിലവല്ലേ വരുന്നത്. അത്രയും ചിലപ്പോൾ 5000 എന്നുള്ളത് 15,000ത്തിലേക്കും 20,000ത്തിലേക്കൊക്കെ മാറും നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്തൊക്കെ പോകുമ്പോൾ. രണ്ടാമത്തെ തവണ മെയിൽ വന്നാൽ നമ്മൾ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആ പാസ്പോർട്ട് അവിടെ കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മളവിടെ പോകുന്നത്. വേറെ ചടങ്ങുകളൊന്നും അവിടെ ഇല്ല. അപ്പോൾ അത് നമുക്ക് ബ്ലൂ ഡാർട്ട് എന്ന് പറയുന്ന കൊറിയർ വഴിയാണ് അവർ അയച്ചു തരുന്നത്. അതാണ് ആദ്യം പോയപ്പോൾ നമ്മൾ പാസ്പോർട്ട് ചിലപ്പോൾ അവർ മേടിച്ച് വയ്ക്കും. 3000 രൂപ കൊടുത്താലും മേടിച്ച് വയ്ക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മേടിച്ച് വയ്ക്കില്ല. അങ്ങനെയാണ് പറയുന്നത്. ഞങ്ങൾ നോർമൽ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. എങ്കിൽ ഇതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അതിൻ്റെ ഒരു പ്രോസസ്സിങ് ഫീസാണ് അവർ ഈടാക്കുന്നത്. രണ്ടാമത്തെ തവണ പോകാതെ നമുക്ക് പാസ്പോർട്ടോട് മേടിച്ച് വെച്ച് നമ്മുടെ വീട്ടിൽ എത്തിച്ചേരുന്ന ഒരു രീതിയാണ് ഇത്. വീണ്ടും നമ്മൾ ബാംഗ്ലൂർക്ക് പോയി ഈ പാസ്പോർട്ടോട് കൊടുത്തു. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം കാനഡയുടെ ഒരു വിസ സ്റ്റാമ്പിങ്ങിന് വേണ്ടിയിട്ട്. അത് അടിച്ചു വരുന്നത് നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 20-21 ദിവസം അല്ലെങ്കിൽ കുറച്ച് നീണ്ടുപോകും. ചിലർക്ക് 2 ആഴ്ച കൊണ്ട് കിട്ടും, ചിലർക്ക് 1 മാസം കഴിഞ്ഞ് കിട്ടും, ചിലർക്ക് 2 മാസം കഴിയും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ അതിനകത്ത് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ SOPയിലും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ സ്റ്റുഡൻറ്റ് പ്ലാനിലൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ല എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ ലാസ്റ്റ് വന്നിട്ട് കലം ഉടച്ചു കളയുന്ന പോലെയുള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതൊരു അവയർനെസ് പ്രോഗ്രാം കൂടിയാണ്. അല്ലാണ്ട് ഞാനിപ്പോൾ കാനഡയെക്കുറിച്ചുള്ള വലിയൊരു സംഭവമൊന്നുമല്ല നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു സാധാരണക്കാരന് പെട്ടെന്ന് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി കിട്ടണം, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പലരും ചില കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വലിച്ചിട്ട് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിങ്ങനെ എനിക്ക് പറയാനായിട്ട് പറ്റുന്നുള്ളൂ. പിന്നെ അത് സാധാരണക്കാരന് നമുക്കത് കാര്യങ്ങൾ ഒരു വ്യക്തമാകണം എന്നുള്ള രീതിയിലും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു 21 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 26 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ നമുക്ക് ബ്ലൂ ഡാർട്ട് എന്നൊരു മെസ്സേജ് വരുന്നു, നിങ്ങളുടെ പാസ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ നമ്പർ നമ്മളന്ന് സൂക്ഷിച്ച് വെച്ച ആ നമ്പർ വെച്ചിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ഇത്തിരി എളുപ്പത്തിലാവും. അപ്പോൾ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ പാസ്പോർട്ട് തുറക്കുമ്പോൾ അതിനകത്ത് കാനഡയുടെ മനോഹരമായിട്ടുള്ള ഒരു സംഭവം, അതിനകത്തേക്ക് നമ്മുടെ പേരും എല്ലാം കാനഡയുടെ നമുക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു ഇതാണ് അടിച്ചു വന്നിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഏറെ ആഹ്ലാദവും എൻ്റെ കാനഡ സ്വപ്നങ്ങൾക്ക് ചിറക് മുളച്ചു, ഇനി എനിക്ക് പറന്നാൽ മതി എന്നാണ് കാണുന്നത്. അതിനകത്ത് നമ്മുടെ പേരുണ്ടാവും. പേര് നമ്മുടെ ഇനിഷ്യലും എല്ലാം കറക്റ്റാണെന്നൊക്കെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അതെല്ലാം അത് വന്നു കഴിഞ്ഞാൽ ഉടനെ അടച്ചു വെച്ചിട്ട് ഇരിക്കരുത്. അത് എത്ര കാലം വരെ അവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു 1 ഇയർ ആണോ 2 ഇയർ ആണോ അതിൻ്റെ വാലിഡിറ്റി, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അതെല്ലാം അതിനകത്ത് കറക്റ്റായിട്ടല്ല വന്നിരിക്കുന്നതല്ലെങ്കിൽ നമ്മൾ നേരെ അത് നമ്മുടെ ഏജൻസി അറിയിക്കണം. അതിനകത്ത് നമ്മുടെ പേര്, ഇനിഷ്യൽ, വാലിഡിറ്റി, നമ്മൾ എത്ര കാലം അവിടെ നിൽക്കുന്നു, അതെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വരുമ്പോൾ തന്നെ ഇത് അടച്ചു വെച്ചിട്ട് നമ്മൾ കണ്ടപ്പോൾ തന്നെ സന്തോഷം അടച്ചു വയ്ക്കരുത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്ന പോലെ തന്നെയാണോ വന്നിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. പലർക്കും ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. 2 ഇയർ എന്നുള്ളത് 1 ഇയർ വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ അത് അവിടെ നിന്ന് സ്റ്റഡി പെർമിറ്റിനായിട്ട് വീണ്ടും അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 20,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപയൊക്കെ വീണ്ടും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാകാതെ എല്ലാം നല്ല രീതിയിൽ നടക്കുന്നതിനായിട്ട് നമ്മളിതെല്ലാം ശ്രദ്ധിച്ചു പറ്റും. തുടർന്ന് നമ്മുടെ കാനഡയിലേക്കുള്ള പറക്കലിനായിട്ട് ചിറക് മുളച്ചു എന്ന് വേണം പറയാൻ.
എപ്പിസോഡ് നീണ്ടുപോകുന്നതിൽ ക്ഷമിക്കുക. അടുത്ത എപ്പിസോഡിൽ കാനഡയിലേക്ക് പറക്കുന്നതിൻ്റെയും കൊണ്ടുപോകേണ്ട സാധനങ്ങളുടെയും മറ്റ് രേഖകളുടെ എല്ലാം കാര്യങ്ങൾ അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.